വിലക്കുകൾ നീങ്ങിയതോടെ യുഎഇയിലേക്ക് സന്ദർശകരുടെ പ്രവാഹമാണ് കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ യുഎഇ എല്ലാ വിസകളും അനുവദിച്ചു കഴിഞ്ഞു. കടുത്ത നിബന്ധനകൾ ഒഴിവാക്കി കൂടുതൽ ഇളവുകൾ നൽകുകയാണ് അധികൃതർ. മാസങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം ഏവരും യാത്രയ്ക്കായി ഒരുങ്ങുകയാണ്. ഇതിനോടകം നിരവധി പേരും എത്തിക്കഴിഞ്ഞു. എന്നാൽ പലരിലും ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. ഇവർ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രമാത്രം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യാത്രക്കാർ ഏറിയതിന് പിന്നാലെ ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിൽ നിന്നും യുഎഇയിലേക്കുള്ള വിമാന നിരക്കും വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിൽ ദുബായിലേക്കാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്നത്. ദുബായ് വിമാനത്താവളത്തിലേക്ക് എല്ലാ വിസക്കാരെയും അനുവദിക്കുന്നുമുണ്ട്. ഏത് എമിറേറ്റിലേക്കുള്ള യാത്രക്കാർക്കും ദുബായിൽ ഇറങ്ങാൻ സാധിക്കുന്നതാണ്. എന്നാൽ വാക്സിനേഷൻ നിർബന്ധമില്ല. ദുബായിൽ റെസിഡന്റ് വിസയുള്ളവർ ജനറൽ ഡയറക്ടറേറ്റിന്റെയും മറ്റ് എമിറേറ്റുകളിൽ റെസിഡന്റ് വിസയുള്ളവർ ഫെഡറൽ അതോറിറ്റിയുടെയും അനുമതി നേടിയിരിക്കണം. സന്ദർശക വിസക്കാർക്ക് അനുമതി നിർബന്ധമല്ല. എന്നാൽ സന്ദർശക വിസക്കാർക്ക് അനുമതി നിർബന്ധമല്ല എന്നാണ് ലഭ്യമാക്കുന്ന വിവരം. കൂടാതെ എല്ലാത്തരം വിസക്കാർക്കും ഷാർജ, റാസൽ ഖൈമ വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കണം. ഇന്ത്യയിലെ കോവിഷീൽഡ് എടുത്തവർക്കും വരാൻ സാധിക്കുന്നതാണ്. സന്ദർശക വിസക്കാരും ഈ വിസക്കാരും ICAയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ദുബായ് റെസിഡന്റ് വിസക്കാർ GDRFയുടെയും മറ്റെമിറേറ്റിലെ റെസിഡന്റ് വിസക്കാർ ICAയുടെയും അനുമതിയും നേടണമെന്നും നിബന്ധനയുണ്ട്. അബുദാബിയിലേക്കും സന്ദർശക വിസകൾ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അബുദാബി വിസ എടുത്തവർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുക. അബുദാബിയിലെ സന്ദർശക വിസ ഉപയോഗിച്ച് ദുബായിലേക്കോ ഷാർജയിലേക്കോ യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെ 10 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ് ദുബായിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. റെസിഡന്റ് വിസക്കാർക്ക് അബുദാബിയിലേക്ക് നേരിട്ടെത്താം. വാക്സിനേഷൻ നിർബന്ധമല്ല. ICAയുടെ അനുമതി നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് കോവിഡ് വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് അബുദാബിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ല. ദേശീയ ദുരന്ത നിവാരണ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ തീരുമാനം സെപ്റ്റംബർ 5 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഗ്രീൻ ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വാക്സിൻ സ്വീകരിക്കാത്ത യാത്രക്കാർക്ക് 10 ദിവസം ക്വാറന്റൈൻ തുടരുകയും ചെയ്യും. ഇവർ 9ാമത്തെ ദിവസം PCR പരിശോധന നടത്തണം. അതോടൊപ്പം വാക്സിൻ സ്വീകരിച്ചവരും അല്ലാത്തവരും അബുദാബിയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിലെടുത്ത PCR പരിശോധനയുടെ നെഗറ്റീവ് ഫലം ഹാജരാക്കണം. വാക്സിൻ എടുത്തവരുൾപ്പെടെ എല്ലാവരും അബുദാബിയിലെത്തിയ ശേഷം PCR പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതാണ്. വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കിയെങ്കിലും ഇവർ അബുദാബിയിലെത്തി 4ാം ദിവസം 8ാം ദിവസവും PCR പരിശോധന നടത്തുകയും ചെയ്യണം. റെസിഡന്റ് വിസക്കാർക്കും സന്ദർശക വിസക്കാർക്കും പുതിയ നിയമം ബാധകമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.